PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയുള്ള ക്ലാസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ 200 ഡേ ചാലഞ്ച് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ടുള്ള സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നൽകി പോരുന്നത്. അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി കൃത്യമായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോരുക. ആദ്യമായിട്ടാണ് PSC ക്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് വീഡിയോ കാണുന്ന ആദ്യമായിട്ട് കാണുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണേ. ഒരു ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ കമന്റും കൂടെ ചെയ്തു കേട്ടോ. അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി ഒരു സിലബസ് പ്രകാരമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ പൊതുവിജ്ഞാനം പഠിച്ചു കഴിഞ്ഞു, അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന നോക്കിക്കഴിഞ്ഞു, കേരള ഭരണവും ഭരണ സംവിധാനവും പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിലെ മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് എന്ന ടോപ്പിക്കാണ്. അതിൽ നമ്മൾ ചെവി, കണ്ണ്, മസ്തിഷ്കം, ഹൃദയം എന്നിവയൊക്കെ പഠിച്ചുപോയി. ഇന്നത്തെ ക്ലാസ്സിൽ ദഹന വ്യവസ്ഥയെ കുറിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പഠിക്കാൻ പോകുന്നത്. മറക്കണ്ട, ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമുക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ SCRT പാഠപുസ്തകങ്ങൾ, ഏതൊരു PSC പരീക്ഷയ്ക്കും SCRT പാഠപുസ്തകങ്ങൾ എന്ന് പറഞ്ഞ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസിന്റെ SCRT പാഠപുസ്തകത്തിന് അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാറിയിട്ടുള്ള 5, 7, 9 ക്ലാസ്സുകളൊക്കെ ഉൾപ്പെടുത്തി പ്രത്യേകം ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ഇത് തയ്യാറാക്കിയിട്ടുണ്ട്. കൂടാതെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ സിലബസിന് സിമിലാരിറ്റി വരുന്ന തെരഞ്ഞെടുത്ത മുൻവർഷ ചോദ്യങ്ങൾ 2024, 2023 മുൻവർഷ ചോദ്യങ്ങളും അത് പ്രാക്ടീസ് ചെയ്യാൻ OMR ഷീറ്റും സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ഒക്കെ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമ്മൾ മെറ്റീരിയൽസ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് ഈ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ മറക്കണ്ട, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് പഠിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിനോട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവില് ദഹന വ്യവസ്ഥയെ കുറിച്ചാണ്. മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് ദഹന വ്യവസ്ഥ. പല്ലുകളെ കുറിച്ചുള്ള പഠനമാണ് ഏത്? ഓഡന്റോളജി എന്ന് പറയുന്നത്. ഓഡന്റോളജി എന്ന് പറഞ്ഞാൽ എന്താ? പല്ലുകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. ഈ പല്ലുകൾ എവിടെയാ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത്? അണുക്കളിലെ കുഴികളിലാണ് ഈ പല്ലുകൾ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത്. ജനിച്ച ശേഷം കുട്ടികൾക്ക് ആദ്യം മുളയ്ക്കുന്ന, ബേബീസിന് ആദ്യം മുളയ്ക്കുന്ന പല്ലുകളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പാൽപ്പല്ലുകൾ എന്നാ വിളിക്കുന്നത്. പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയാ? 20 പാൽപ്പല്ലുകളായിരിക്കും ആദ്യം മുളയ്ക്കുക. സ്ഥിരദന്തങ്ങൾ, സ്ഥിരമായിട്ട് പിന്നെ ഉണ്ടാകും. പ്രായപൂർത്തിയായ വായിൽ എത്ര പല്ലുകളുണ്ട്? 32 പല്ലുകൾ ഉണ്ടായിരിക്കും. പ്രായപൂർത്തിയായ ശേഷം മുളയ്ക്കുന്ന 4 സ്ഥിരദന്തങ്ങൾ അറിയപ്പെടുന്നത് വിവേകദന്തങ്ങൾ എന്നാണ് കേട്ടോ. അപ്പൊ പ്രായപൂർത്തിയായ ശേഷം മുളയ്ക്കുന്ന 4 സ്ഥിരദന്തങ്ങളെ വിവേകദന്തങ്ങൾ എന്ന് അറിയപ്പെടുന്നു. മനുഷ്യരിലെ 4 തരം പല്ലുകളുണ്ട്. ഏതൊക്കെയാ? ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചവർണകം, ചവർണകം. മനുഷ്യരിൽ എത്ര തരത്തിലുള്ള പല്ലുകളുണ്ട്? ഇപ്പൊ തന്നെ പഠിച്ചേ, 4 തരത്തിലുള്ള. ഏതൊക്കെയാണോടൊപ്പം പറഞ്ഞേ? ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചവർണകം, ചവർണകം. അപ്പൊ പല്ലുകളെ കുറിച്ചുള്ള പഠനമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഓഡന്റോളജി എന്ന പേരിൽ അറിയപ്പെടുന്നത്. പല്ലുകൾ ഉറപ്പിച്ചിരിക്കുന്ന എവിടെയാ? അണുക്കളിലെ കുഴികളിലാണ്. ജനിച്ച ശേഷം ആദ്യം മുളയ്ക്കുന്ന പല്ലുകളെ പാൽപ്പല്ലുകൾ എന്നും, പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയാ? 20 പാൽപ്പല്ലുകളാണ് ഉണ്ടാവുക. സ്ഥിരദന്തങ്ങളോ 32 ആണ്. പ്രായപൂർത്തിയായ ശേഷം മുളയ്ക്കുന്ന 4 സ്ഥിരദന്തങ്ങളാണ് വിവേകദന്തങ്ങൾ എന്നറിയപ്പെടുന്നത്. മനുഷ്യരിലെ 4 തരം പല്ലുകൾ ഏതൊക്കെയാ? ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചവർണകം, ചവർണകം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം, മനുഷ്യരിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാ? ഇനാമലാണ് കേട്ടോ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇനാമൽ എന്ന് വിളിക്കുന്നത്. പല്ലിൽ കാണുന്ന നിർജീവമായിട്ടുള്ള ഭാഗമാണ് ഇനാമൽ. പല്ലിൽ കാണുന്ന ഒരു നിർജീവമായിട്ടുള്ള ഭാഗമാണ് ഏത്? ഇനാമൽ. അതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയിട്ടുള്ള ഭാഗവും. ഇനാമലിന്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായ മൂലകമാണ് ഫ്ലൂറിൻ. അപ്പൊ ഇനാമൽ നല്ല രീതിയിൽ ഇരിക്കണമെങ്കിൽ എന്ത് മൂലകം ആവശ്യമാണ്? ഫ്ലൂറിൻ ആവശ്യമാണ്. മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജന കലയാണ് സിമന്റം. അപ്പൊ എന്താണ്? മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയിട്ടുള്ള യോജക കലയെ എന്ത് വിളിക്കുന്നു? സിമന്റം എന്ന് വിളിക്കുന്നു. മോണയ്ക്കുള്ളിൽ പല്ലിന്റെ ഭാഗം ഏതാ? ദന്തമൂലം. മോണയ്ക്കുള്ളിലെ പല്ലിന്റെ ഭാഗത്തെയാണ് റൂട്ട് അല്ലെങ്കിൽ ദന്തമൂലം എന്ന് വിളിക്കുന്നത്. മോണയ്ക്ക് പുറത്ത് കാണുന്ന പല്ലിന്റെ ഭാഗത്തെ ദന്തമകുടം എന്ന് വിളിക്കുന്നു. അപ്പൊ ദന്തമകുടം എന്ന് പറഞ്ഞാൽ എന്താ? മോണയ്ക്ക് പുറത്തേക്ക് നമ്മൾ കാണുന്ന എന്താ? അതാണ് എന്ത്? പല്ലിന്റെ ആ ഭാഗം അല്ലെ? അതിനെ ദന്തമകുടം എന്ന് വിളിക്കുന്നു. അതായത് ക്രൗൺ. അപ്പൊ മോണയ്ക്കുള്ളിൽ പല്ലിന്റെ ഭാഗം, മോണയ്ക്കുള്ളിൽ പല്ലിന്, കാരണം ഈ പല്ല് നമ്മൾ ഇങ്ങനെ ഇരിക്കെങ്കിലും അതിന്റെ ഉള്ളിലേക്ക് ആഴത്തിലുണ്ടാവും അല്ലെ? പല്ല് പറിക്കുമ്പോൾ അങ്ങനെ ഒരു കൂർമ്മനുള്ള രീതി പല്ല് പറിക്കുന്നതായിട്ട് കണ്ടിട്ടില്ലേ? അപ്പൊ പല്ലിന് മോണയ്ക്ക് ഉള്ളിലുള്ള ആ ഭാഗത്തെ
ദന്തമൂല, അതായത് റൂട്ട് എന്നും, മോണയ്ക്ക് നമ്മൾ ചിരിക്കുമ്പോൾ നമ്മൾ പല്ല് കാണുന്ന എന്താ എവിടെന്നാ, ആ ഒരു മുകളിലുള്ള ഭാഗമാണല്ലേ കാണുന്നത്. അപ്പൊ മോണയ്ക്ക് പുറത്ത് കാണുന്ന പല്ലിന്റെ ഭാഗത്തെ ദന്തമകുടം അല്ലെങ്കിൽ ക്രൗൺ എന്നുമാണ് വിളിക്കുന്നത്. ദന്തമകുടത്തിലും ദന്തമൂലത്തിനും ഇടയിലുള്ള പല്ലിന്റെ ഭാഗം, അപ്പൊ ഈ എന്താണ് കുടത്തിനും ദന്തമൂലത്തിനും ഇടയിലുള്ള പല്ലിന്റെ ആ ഒരു ഭാഗമുണ്ടല്ലോ, അതിനെന്തെന്ന് വിളിക്കുന്നു? ദന്തഗളം എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? ദന്തഗളം എന്ന് വിളിക്കുന്നു. അപ്പൊ നോക്കിക്കേ, മനുഷ്യരത്തിൽ ഏറ്റവും കടുപ്പമേറിയ ഭാഗമാണ് ഇനാമൽ. പല്ലിൽ കാണുന്ന നിർജീവമായിട്ടുള്ള ഭാഗം കൂടിയാണ് ഇനാമൽ എന്ന് വിളിക്കുന്നത്. ഇനാമലിന്റെ ആരോഗ്യസ്ഥിതമായിട്ടുള്ള മൂലകമാണ് ഫ്ലൂറിൻ. മോണയ്ക്ക് കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജന കലയെ സിമന്റം എന്ന് വിളിക്കുന്നു. മോണയ്ക്കുള്ളിലെ പല്ലിന്റെ ഭാഗമാണ് ദന്തമൂലം. മോണയ്ക്ക് പുറത്ത് കാണുന്ന പല്ലിന്റെ ഭാഗത്തെ ദന്തമകുടം എന്ന് വിളിക്കുന്നു. ദന്തമകുടത്തിനും ദന്തമൂലത്തിനും ഇടയിലുള്ള പല്ലിന്റെ ഭാഗം അതെന്താ? ദന്തമൂലം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, റൂട്ട്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം കാൽസ്യം ഫോസ്ഫേറ്റ് ഉപയോഗിച്ചിട്ടാണ്. എന്തുപയോഗിച്ചിട്ടാണ് പല്ല് നിർമ്മിച്ചിരിക്കുന്നത്? കാൽസ്യം ഫോസ്ഫേറ്റ് ഉപയോഗിച്ചിട്ടാണ് പല്ല് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഡെന്റിന്റെ ഉൾഭാഗമാണ് പൾപ്പ് ക്യാവിറ്റി എന്ന് പറയുന്നത്. ഡെന്റിന്റെ ഉൾഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? പൾപ്പ് ക്യാവിറ്റി എന്ന് പറയുന്നു. ഈ പൾപ്പ് ക്യാവിറ്റിയിൽ എന്താണ്? ധാരാളം രക്തക്കുഴലുകളും നാഡികളും ഒക്കെ കാണപ്പെടുന്നു. പൾപ്പ് ക്യാവിറ്റിയിൽ കാണപ്പെടുന്ന മൃദുവായ യോജന കലയാണ് പൾപ്പ്. അപ്പൊ ഈ പൾപ്പ് ക്യാവിറ്റിയിൽ കാണപ്പെടുന്ന മൃദുവായിട്ടുള്ള ഒരു യോജന കലയുണ്ടല്ലോ, അതേതാ? അത് പൾപ്പ് എന്നാണ് പറയുന്നത്. പല്ലുകൾക്ക് കേടുവരുത്തുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. അപ്പൊ ലാക്റ്റിക് ആസിഡ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈ പല്ലുകൾക്ക് കേടുവരുത്തുന്ന ആസിഡാണ് കേട്ടോ. മോണയ്ക്കുള്ളിൽ പല്ലിന്റെ ഭാഗം ദന്തമൂലം. പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം കാൽസ്യം ഫോസ്ഫേറ്റ്. ഡെന്റിൻ ഉൾപ്പെടുന്ന പൾപ്പ് ക്യാവിറ്റിയാണ്. രക്തക്കുഴലുകളും നാഡികളും കാണപ്പെടുന്ന പൾപ്പ് ക്യാവിറ്റിയിലാണ്. പൾപ്പ് ക്യാവിറ്റിയിൽ കാണുന്ന മൃദുവായിട്ടുള്ള യോജന കലയാണ് പൾപ്പ് എന്ന് പറയുന്നത്. പല്ലുകൾക്ക് കേടുവരുത്തുന്ന ആസിഡാണ് ഏത്? ലാക്റ്റിക് ആസിഡ് കേട്ടോ. ഇനി മനുഷ്യരിലെ ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥി ഏതാണ്? പാരോഡിക് ഗ്രന്ഥിയാണ് മനുഷ്യരിലെ ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥി എന്ന് പറയുന്നത്. മനുഷ്യരിലെ ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥി ഏതാണ്? പാരോഡിക് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എന്ന് ഉമിനീർ ഗ്രന്ഥി എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ ഉമിനീർ ഗ്രന്ഥി ഏതാണ്? സബ് ലിംഗ്വൽ ഗ്രന്ഥികളാണ് കേട്ടോ. അപ്പൊ സബ് ലിംഗ്വൽ ഗ്രന്ഥികളാണ് ഏറ്റവും ചെറിയ ഉമിനീർ ഗ്രന്ഥി എന്ന് പറയുന്നത്. ഉമിനീർ പ്രവർത്തിക്കുന്ന ഭക്ഷ്യഘടകം ഏതാ? അന്നജമാണ്. ഉമിനീർ പ്രവർത്തിക്കുന്ന ഭക്ഷ്യഘടകമാണ് ഏത്? അന്നജം എന്ന് വിളിക്കുന്നത് അല്ലെ. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാ? 3 ഘടകങ്ങളാണ് ഉമിനീരിൽ അടങ്ങിയിരിക്കുന്നത്. ഏതൊക്കെയാ? ടൈലിൻ, ലൈസോസം, ശ്ലേഷ്മം എന്ന് പറയുന്ന 3 ഘടകങ്ങളാണ് നമ്മുടെ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്നത്. അന്നജത്തെ ഭാഗമായി മാൾട്ടോസ് എന്ന പഞ്ചസാരയാക്കി മാറ്റുന്ന ആരാ? സലൈനറി അമിനോസ് ആണ് അന്നജത്തിന്റെ ഭാഗമായുള്ള മാൾട്ടോസ് എന്ന പഞ്ചസാരയാക്കി മാറ്റുന്നതെന്ന് കൂടി ഓർക്കുക കേട്ടോ. അപ്പൊ നോക്കണേ, മനുഷ്യരിലെ ഏറ്റവും വലിയ ഗ്രന്ഥി പാരോട്ടിക് ഗ്രന്ഥിയാണ്. ഏറ്റവും ചെറിയ ഉമിനീർ ഗ്രന്ഥി സബ്ലിംഗ്വൽ ഗ്രന്ഥിയാണ്. ഉമിനീർ പ്രവർത്തിക്കുന്ന ഭക്ഷണ ഘടകം ഏതാണ്? അന്നജമാണ്. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ടൈലിൻ, ലൈസോസോം, ശ്ലേഷ്മം എന്നിവയാണ്. അന്നജത്തിന്റെ ഭാഗമായി മാൾട്ടോസ് എന്ന പഞ്ചസാരയാക്കി മാറ്റുന്നത് സലൈനറി അമിനോസ് ആണെന്ന് കൂടി ഓർക്കുക കേട്ടോ. ഇനി മനുഷ്യന്റെ ചെറുകുടലിന്റെ നീളം എത്രമാത്ര? 5 മുതൽ 6 മീറ്റർ വരെ. എത്രയാണ്? 5 മുതൽ 6 മീറ്റർ വരെയാണ് മനുഷ്യനിലെ ചെറുകുടലിന്റെ നീളം വരുന്നത്. ദഹനം പൂർത്തിയാക്കുന്ന ദഹന ഭാഗമാണ് ഏത്? ചെറുകുടൽ. അപ്പൊ ദഹനം പൂർത്തിയാകുന്നത് എവിടെ വെച്ചാ? ചെറുകുടലിൽ വെച്ചിട്ടാണ് ദഹനം പൂർത്തിയാകുന്നത്. ധാനികം, മാംസ്യം, കൊഴുപ്പ് എന്നിവയുടെ പൂർണ്ണമായിട്ടുള്ള ദഹനം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഈ ചെറുകുടലിൽ വെച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്ന ധാന്യമായിക്കോട്ടെ, മാംസ്യമായിക്കോട്ടെ, കൊഴുപ്പായിക്കോട്ടെ എന്നിവയുടെയൊക്കെ പൂർണ്ണമായിട്ടുള്ള ദഹനം ചെറുകുടലിൽ വെച്ച് നടക്കുന്നു. ആഹാരത്തിലെ പോഷകാംശങ്ങളെ അധികവും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന എവിടെ നിന്നാ? ചെറുകുടലിലാണ് കേട്ടോ. അപ്പൊ ആഹാരത്തിലെ പോഷകാംശങ്ങൾ അധികവും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് ചെറുകുടലിൽ വെച്ചിട്ടാണ്. ഏതാണ്ട് 8 സെക്കൻഡിനുള്ളിൽ ഭക്ഷണം ആമാശയത്തിൽ എത്തും. നമ്മൾ കഴിച്ച് 8 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഭക്ഷണം എവിടെ എത്തും? നമ്മുടെ ആമാശയത്തിൽ എത്തും. ഇംഗ്ലീഷ് അക്ഷരം ജെ ആകൃതിയിൽ ഒരു സഞ്ചിയാണ് ഈ ആമാശയ സഞ്ചി എന്ന് പറയുന്നത്. അപ്പൊ ആമാശയ സഞ്ചി ഏത് ലെറ്ററിന്റെ സാമ്യമായിട്ടാണ്? ജെ എന്ന് പറയുന്ന ലെറ്ററിന്റെ സാമ്യമായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നാം കഴിക്കുന്ന ആഹാരം സംഭരിക്കപ്പെടുന്ന ആമാശയത്തിലേക്കാണ്. ദഹന വ്യൂഹത്തിൽ ഏറ്റവും വീതിയേറിയ ഭാഗമാണ് ആമാശയം എന്ന് പറയുന്നത്. ആമാശയം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ഗ്യാസ്ട്രിൻ ആണ് ഈ ആമാശയം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത്. ഗ്യാസ്ട്രിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാ? പൈലോറിക് ഗ്രന്ഥിയാണ് കേട്ടോ. പൈലോറിക് ഗ്രന്ഥിയാണ് ഗ്യാസ്ട്രിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. അതുപോലെ ഉദരാശയത്തിൽ ഇടതുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പേശി നിർമ്മിതമായ അവയവം ഏതാണ്? ഏത്? ആമാശയം. ഉദരാശയത്തിന് ഇടതുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന
പേശി നിർമ്മിതമായിട്ടുള്ള അവയവമാണ് ഏത്? ആമാശയം. അപ്പൊ മനുഷ്യന്റെ ചെറുകുടലിന്റെ നീളം 5 മുതൽ 6 മീറ്റർ വരെയാണ്. ദഹനം പൂർത്തിയാക്കുന്ന ദഹന വ്യൂഹ ഭാഗമാണ് ചെറുകുടൽ എന്ന് പറയുന്നത്. ദാനകം, മാംസ്യം, കൊഴുപ്പ് എന്നിവ പൂർണ്ണമായും ദഹനം നടക്കുന്നത് ചെറുകുടലിൽ വെച്ചിട്ടാണ്. ആഹാരത്തിലെ പോഷകാംശങ്ങളെ അധികവും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് ചെറുകുടലിൽ വെച്ചിട്ടാണ്. ഏതാണ്ട് 8 മിനിറ്റിനുള്ളിൽ ഭക്ഷണം ആമാശയത്തിലെത്തും. ഈ അക്ഷരം ജെ എന്ന് പറയുന്ന ആകൃതിയിലാണ് ആമാശയം ഇരിക്കുന്നത്. നാം കഴിക്കുന്ന ആഹാരം സംരക്ഷിക്കപ്പെടുന്നത് ആമാശയത്തിലേക്കാണ്. ദഹനവ്യവസ്ഥത്തിന് ഏറ്റവും വീതമേറിയ ഭാഗമാണ് ആമാശയം. ആമാശയം ഉത്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഗ്യാസ്ട്രിൻ ആണ്. ആമാശയം ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പൈലോറി ഗ്രന്ഥിയാണ്. എന്താണ്? ഉദരാശയത്തിന് ഇടത് ഭാഗത്തെ സ്ഥിതി ചെയ്യുന്ന പേശി നിർമ്മിതമായിട്ടുള്ള അവയവമാണ് ഏത്? ആമാശയം എന്ന്. അപ്പൊ ഉദരാശയത്തിന് ഇടതുവശത്തായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? പേശി നിർമ്മിതമായിട്ടുള്ള ആമാശയം സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർക്കുക കേട്ടോ. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ദഹന രസങ്ങളെ കുറിച്ച് അല്ലെ. ആമാശയ ഗ്രന്ഥികളിൽ ആമാശയ രസങ്ങൾ ഏതൊക്കെയാ? ശ്ലേഷ്മം, അതുപോലെ പെപ്സിൻ, അതുപോലെ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇനി ഓരോന്നിന്റെ ധർമ്മം എന്താണ് നമുക്ക് നോക്കാം കേട്ടോ. ശ്ലേഷ്മത്തിന്റെ ധർമ്മം എന്താ? ആമാശയ ഭിത്തിയിലെ എൻസൈമുകളുടെ പ്രവർത്തനത്തിൽ നിന്ന് രക്ഷിക്കുക. എന്നാൽ ശ്ലേഷ്മത്തിന്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ ആമാശയ ഭിത്തിയിലെ എൻസൈമുകളുടെ പ്രവർത്തനത്തിൽ നിന്ന് രക്ഷിക്കുന്നു എന്നതാണ്. പൈപ്സിന്റെയോ? അത് മാംസത്തെ ഭാഗികമായി ലഘുഘടകങ്ങളായി ധർമ്മം എന്ന് പറയുന്നത്. മാംസത്തെ ഭാഗികമായി ലഘുഘടകങ്ങളായി പെപ്റ്റോണുകളാക്കിയിട്ട് മാറ്റുന്നു. ഇനി ഹൈഡ്രോക്ലോറിക് ആസിഡോ? ഭക്ഷണത്തിലെ അണുക്കളെ നശിപ്പിക്കുന്നു. ആമാശയം നടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് അനുയോജ്യമായുള്ള pH ക്രമീകരിക്കുന്നു ഒക്കെയാണ് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ധർമ്മം. അപ്പൊ ശ്ലേഷ്മം ആമാശയത്തിലെ എൻസൈമുകൾ പ്രവർത്തിക്കുന്നു, രക്ഷിക്കുന്നു. പെപ്സിൻ മാംസത്തെ ഭാഗികങ്ങൾ ലഘുഘടകങ്ങളായി പെപ്റ്റൈഡുകളാക്കി മാറ്റുന്നു. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഭക്ഷണത്തെ അണുക്കളെ നശിപ്പിക്കുന്നു. ആമാശയം നടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് അനുയോജ്യമായിട്ടുള്ള pH ക്രമപ്പെടുത്തുന്നു. ഒക്കെ ആമാശയ ഗ്രന്ഥികളിലെ, അതായത് ആമാശയ രസങ്ങളാണ് നമ്മളിപ്പോ നോക്കിയത്. അതിന്റെ ധർമ്മങ്ങളും നോക്കി. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മനുഷ്യന് 4 തരത്തിലുള്ള പല്ലുകൾ ഉണ്ടെന്നല്ലേ. ആ പല്ലുകളെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം കേട്ടോ. ഫസ്റ്റ് വൺ ഉളിപ്പല്ലാണ്. മുൻവശത്തെ താഴെ മുകളിലും 8 പല്ലുകൾ. മുൻവശത്ത് താഴെയും മുകളിലുമായിട്ടുള്ള 8 പല്ലുകളെയാണ് എന്ന് വിളിക്കുന്നത് ഉളിപ്പല്ല് എന്ന് വിളിക്കുന്നത്. ഉളിപ്പല്ലിന്റെ ധർമ്മം എന്താ? കടിച്ചു മുറിക്കാൻ. എന്ത് സാധനത്തെയും കടിച്ചു മുറിക്കാനാണ് എന്ത് സഹായിക്കുന്നത്? ഈ ഉളിപ്പല്ല് സഹായിക്കുന്നത്. അടുത്തത് കോമ്പല്ലാണ്. ഉളിപ്പല്ലുകൾക്ക് സമീപം ഇരുവശങ്ങളിൽ മുകളിലും താഴെയായിട്ടുള്ള 4 പല്ലുകളാണ് ഏത്? കോമ്പല്ല് എന്ന് വിളിക്കുന്നത്. ആഹാര വസ്തുക്കളെ കടിച്ചു കീറാൻ മാറിപ്പോവരുത്. ഉളിപ്പല്ല് കടിച്ചു മുറിക്കാനാണെങ്കിൽ കോമ്പല്ല് കടിച്ചു കീറാനായിട്ടാണ് സഹായിക്കുന്നത്. ഇനി അഗ്രചവർണകോ? കോമ്പലിന് സമീപം ഇരുവശങ്ങളിൽ മുകളിലും താഴെയുമായിട്ടുള്ള 8 പല്ലുകളെയാണ് അഗ്രചവർണകം എന്ന് വിളിക്കുന്നത്. അഗ്രചവർണകം എന്താണ്? കോമ്പലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായിട്ടുള്ള 8 പല്ലുകളാണ് അഗ്രചവർണകം. ചവച്ചരയ്ക്കാനാണ് ഇത് സഹായിക്കുന്നത്? അഗ്രചവർണകം സഹായിക്കുന്നതെന്ന് ഓർക്കുക. ഇനി ചവർണകോ? അഗ്രചവർണങ്ങളെ തുടർന്ന് മുകളിലും താഴെയുമായിട്ടുള്ള 12 പല്ലുകൾ. അപ്പൊ അഗ്രചവർണങ്ങളെ തുടർന്ന് മുകളിലും താഴെയുമായിട്ട് വരുന്ന 12 പല്ലുകളാണ് ചവർണകം എന്ന് വിളിക്കുന്നത്. ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. എന്തിനു സഹായിക്കുന്നു? ചവച്ചരയ്ക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പൊ ഉളിപ്പല്ല് മുൻവശത്തും താഴെയും മുകളിലുമായി 8 പല്ലുകൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. അപ്പൊ ഉളിപ്പല്ല് എന്ന് പറഞ്ഞാൽ എത്ര പല്ലുകളാ? 8 പല്ലുകളാണ് ഉളിപ്പല്ല് വരുന്നത്. കോമ്പല്ലോ? ഉളിപ്പല്ലുകൾ സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായിട്ട് 4 പല്ലുകളാണ് കോമ്പല്ല് വരുന്നത്. ആഹാര വസ്തുക്കളെ കടിച്ചു കീറാനായിട്ടാണ് കോമ്പല്ല് സഹായിക്കുന്നത്. അഗ്രചവർണകോ? കോമ്പല്ലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായിട്ട് വരുന്ന 8 പല്ലുകളാണ് എന്ന് വിളിക്കുന്നത് അഗ്രചവർണകം എന്ന് വിളിക്കുന്നത്. ചവച്ചരയ്ക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? അഗ്രചവർണകം ഉപയോഗിക്കുന്നത്. ലാസ്റ്റ് വൺ എന്താ? ചവർണകമാണ് അല്ലെ. എന്താണ് ചവർണകത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത്? ചവർണകവും അഗ്രചവർണവും എന്തിനും അതിനെ സഹായിക്കുന്നു? ചവച്ചരയ്ക്കാനായിട്ടാണ് സഹായിക്കുന്നത്. അഗ്രചവർണങ്ങളെ തുടർന്ന് മുകളിലും താഴെയുമായിട്ട് എത്ര പല്ലുകൾ വരുന്നു? 12 പല്ലുകൾ വരുന്നു. എത്ര വരുന്നു? 12 പല്ലുകൾ വരുന്നു കേട്ടോ. ഇതെന്തായാലും പഠിച്ചിരിക്കണം. ഇതെന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കും. ഒത്തിരി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ചോദ്യമാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാലോ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. മനുഷ്യനുള്ളിൽ എത്ര തരം പല്ലുകളാണുള്ളത്? എത്ര തരം പല്ലുകൾ നമ്മൾ പഠിച്ചല്ലേ? 4 തരം അല്ലേ. അപ്പൊ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ചില്ലേ? അത് തന്നെയാണ് 10th ലെവൽ പ്രിലിം സ്റ്റേജ് 2 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? മനുഷ്യന്റെ എന്താണ് രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങൾ? പാൽപ്പല്ലുകൾ 20ഉം സ്ഥിരദന്തങ്ങൾ 32 എന്ന് പഠിച്ചല്ലേ? 32 ആണ്. 10th ലെവൽ പ്രിലിം സ്റ്റേജ് 1ലും 4ലും യൂണിവേഴ്സിറ്റി LGS 5ലും ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു കേട്ടോ. അത്ര ഇമ്പോർട്ടന്റ് ആണേ. അടുത്തത്
പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യന്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? എത്ര ഉളിപ്പല്ലുകൾ ഉണ്ട്? നമ്മൾ എണ്ണം തിരിച്ചു പഠിച്ചിരുന്നല്ലേ? 8 കേട്ടോ. യൂണിവേഴ്സിറ്റി LGS പ്രിലിംസിലും 10th ലെവൽ പ്രിലിം സ്റ്റേജ് 3യിലും ചോദിച്ചുള്ള ചോദ്യമാണ്. മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏതാ? ഓരോ പല്ലിന്റെയും പ്രത്യേകത പഠിച്ചല്ലേ? ഏതാണ് ആ പല്ലിന്റെ പ്രത്യേകത? കോമ്പല്ല്. ഏതാണ്? ആ മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാനായിട്ട് സഹായിക്കുന്ന പല്ല് ഏതാ? കോമ്പല്ലാണ്. LGS വേരിയസിലും ഗാദി ബോർഡ് LDCയിലും LGS ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിന്റെ പേര് തിരഞ്ഞെടുക്കുക. ഏതാ? നമ്മൾ പറഞ്ഞല്ലേ, ഇനാമലാണ്. ഏറ്റവും കഠിനമായിട്ടുള്ള പദാർത്ഥം എന്താ? മനുഷ്യ ശരീരത്തിലെ ഇനാമലാണ്. യൂണിവേഴ്സിറ്റി LGSലും LGS സീമാനിലും ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു കേട്ടോ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം വീണ്ടും ചോദിച്ചിട്ടുണ്ട്. 10th ലെവൽ പ്രിലിം സ്റ്റേജ് 5ലാണ്. ഇനാമൽ തന്നെയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമേറിയ ഒരു പദാർത്ഥം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ അന്നപഥത്തിലെ ഏത് ഭാഗമാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്? നമ്മൾ പഠിച്ചല്ലേ? ഏതാ? ചെറുകുടലാണ്. ഏതാണ്? ചെറുകുടലാണ് കേട്ടോ. യൂണിവേഴ്സിറ്റി LGS സ്റ്റേജ് 5ൽ ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ്സില് ദഹന വ്യവസ്ഥയെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്ത് പോയത്. അപ്പൊ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആദ്യമായിട്ടാണ് PSC ഗ്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് അടിക്കുകയും കൂടെ വേണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റും കൂടെ ചെയ്തേരെ. മറക്കണ്ട. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് തയ്യാറാക്കി എടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. വീഡിയോ കാണുന്ന എല്ലാവരും വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ ക്വസ്റ്റ്യൻ ബാങ്ക് നൽകുന്നതായിരിക്കും. SCRT പാഠപുസ്തകങ്ങളെയും പ്രീവിയസ് ഇയർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പുതിയ സിലബസുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്സ് ബേസ് ചെയ്തിട്ടുണ്ട് തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റിനും OMR ഷീറ്റ് പ്രാക്ടീസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പാർട്ടിയിൽ വേണമെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം. താങ്ക്